കാഴ്ചയല്ല കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളാണ്: സാഹചര്യം എന്നെ കള്ളനാക്കി, ദുഃഖം കാരണം ഞാൻ കള്ളുകൂടി തുടങ്ങി, കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു, അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചു, അങ്ങനെ പലതും. ശരിക്കും നോക്കുകയാണെങ്കിൽ സാഹചര്യമാണോ നമ്മളെ കള്ളനാക്കിയത്, അതോ നമ്മൾ തന്നെ? വളരെ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ പെങ്ങളെ ഈ കൈകൊണ്ട് ഒരു അടി അടിച്ചു. അതേ കൈകൊണ്ട് ഏതാണ്ട് സമപ്രായമുള്ള എൻ്റെ ഒരു പെൺ സുഹൃത്തിനെ അതേപോലെ ഒരു അടി അടിച്ചു. മൂന്നാമതായി ഞാൻ ഇതിലൊന്നും പരിചയമില്ലാത്ത, എനിക്കറിയ പോലും ഇല്ലാത്ത, വഴിയരികിൽ കണ്ട് സമപ്രായപ്പെട്ടുള്ള ഒരു സ്ത്രീയെ ഇതേ കൈകൊണ്ട് ഇതേപോലെ ഇതേ ശക്തിയിൽ ഒരടി അടിച്ചു. ഒന്നാമത്തെ സാഹചര്യത്തിൽ എൻ്റെ പെങ്ങൾ ആ അടിയോട് പ്രതികരിക്കുന്നത് അതിനേക്കാളും ശക്തിയിൽ ഒരടി തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു. രണ്ടാമത്തെ അടി ഞാൻ അടിച്ചത് ആ സുഹൃത്തിനെ അടിച്ചത് കാരണം ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടെന്ന് വെക്കപ്പെട്ടു. പക്ഷേ മൂന്നാമത്തെ അടി അടിച്ചത് കാരണം ഞാൻ ജയിലിൽ പോകേണ്ടി വന്നു. അവർക്ക് ഓരോരുത്തർക്കും എന്നോടുള്ള കാഴ്ചപ്പാട് അതിൽ വ്യത്യാസമുണ്ട്, എന്നോടുള്ള വിശ്വാസം അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടാണ് എന്നെ രക്ഷിക്കാനും അതേപോലെ തന്നെ ശിക്ഷിക്കാനും കാരണമായത്. ഇതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന സ്റ്റിമുലസ് കൊണ്ടല്ല, അതായത് പ്രവൃത്തി കൊണ്ടല്ല, പക്ഷേ അതിന് നമ്മൾ നൽകുന്ന ഇൻ്റർപ്രിട്ടേഷൻസ്, ജഡ്ജ്മെൻറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, തോട്ട്സ്, പെർസെപ്ഷൻ, അതിലാണ് കാര്യം എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ ഇടയിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഒരുപക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്നവ. ഇത് കാരണം, ചിലതൊക്കെ കാരണം കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതാനുള്ള സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ആദ്യമായി തന്നെ എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. MBBS ഒക്കെ കഴിഞ്ഞ് ഭാവി പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിൽ തന്നെ ഉപരിപഠനം നടത്താൻ തീരുമാനിക്കുകയും, അതായത് MD സൈക്കാട്രി പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സമയത്ത് ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സൈക്കാട്രിയോ, അത് വട്ടന്മാർ ചികിത്സിക്കുന്നതല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നീ ഒരു വട്ടൻ ഡോക്ടറാവും, നിനക്കിപ്പോഴേ വട്ടായോ എന്നിങ്ങനെ പല ക്രിട്ടിക്കൽ കമൻസും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ തലച്ചോറിനെ കുറിച്ച് 2 വാക്ക്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ തലച്ചോറ് കോടിക്കണക്കിന് ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ന്യൂറോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതായത് പ്രവർത്തിക്കുന്നു, പരസ്പരം പ്രവർത്തിക്കുന്നു. നമ്മുടെ ദിവസേനയുള്ള ഓരോ വിചാര വികാര തലങ്ങളും അതേപോലെ നമ്മുടെ ഓരോ ചലനങ്ങളും ഈ തലച്ചോറിൽ നിന്നും വരുന്ന സിഗ്നൽസ് കാരണമായിട്ടാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജനിച്ച് 2-3 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തലച്ചോറിൽ പുതുതായിട്ട് ന്യൂറോൺസുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഈ ഉണ്ടായിക്കഴിഞ്ഞ ന്യൂറോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോടാനുകോടി പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാമെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ കൈകാലുകളും ഒരു പ്രത്യേക രൂപത്തിൽ ചലിച്ചാൽ മാത്രമേ നമുക്ക് ആ സൈക്കിളിൻ്റെ മുകളിൽ ബാലൻസ് കിട്ടുള്ളൂ. അപ്പോൾ
ഇത് സംബന്ധമായിട്ട് നമ്മുടെ ഒരുപാട് ന്യൂറോണുകൾ, ആയിരക്കണക്കിന് ന്യൂറോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്ത് വേണ്ടിവരും ഈ സൈക്കിള് ഓടിക്കാനുള്ളത്. പക്ഷേ കുറേ അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഈ കണക്ഷനുകൾ ഒരു പ്രത്യേക സീക്വൻസിൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് കൂടെ ഇല്ലാതെ തന്നെ നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം സൈക്കിൾ ഓടിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോണുമായിട്ട് സംവദിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില കെമിക്കൽ കൊണ്ടും ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയുമാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ന്യൂറോണുകൾ ചത്തുപോവുകയോ താൽക്കാലികമായി പ്രവർത്തിക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ അധികമായി പ്രവർത്തിക്കുകയോ മറ്റോ ചെയ്യുമ്പോഴാണ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇത്തരം സ്ട്രക്ചറൽ ഡാമേജസ്, അതായത് സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ CT, MRI പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോണുമായിട്ട് സംവദിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില കെമിക്കൽസ് കാരണമായിട്ടാണ്, അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ, ഈ ന്യൂറോണുകൾ ചത്തുപോവുകയോ താൽക്കാലികമായി പ്രവർത്തിക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ അധികമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇങ്ങനത്തെ സ്ട്രക്ചറൽ ഡാമേജസ് നമുക്ക് CT അല്ലെങ്കിൽ MRI ഇതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്താൽ തിരിച്ചറിയാൻ സാധിച്ചേക്കും. അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ പ്രശ്നം കാരണം, അതായത് അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ന്യൂറോണുകൾ ഒരുപക്ഷെ നമ്മുടെ വികാര അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാര തലങ്ങളിൽ പങ്കെടുക്കുന്ന ന്യൂറോണുകൾ ആയിരിക്കും. ഇവ ചിലപ്പോൾ നമുക്ക് CTയോ അല്ലെങ്കിൽ MRI സ്കാനോ പോലുള്ളവ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ശാസ്ത്രം ഇനിയും കുറച്ചുകൂടെ വളരണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കണക്ഷനുകൾ കാണാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ന്യൂറോളജിയും സൈക്കാട്രിയും ചേട്ടൻ അനിയന്മാരാണെന്നാണ്. പണ്ട് കാലത്ത് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടില്ലായിരുന്നു, ആളുകൾക്കിത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറി ചിന്തിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം ചികിത്സിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് സൈക്കോട്രോപിക് മരുന്നുകൾ, അതായത് ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മരുന്നുകൾ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നേരിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചില കെമിക്കൽസാണ്. ഇവ കാരണമായിട്ട് ചില പ്രത്യേക വിഭാഗം ന്യൂറോണുകളുടെ പ്രവൃത്തിയെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ചില പ്രത്യേക കണക്ഷനുകൾ വിച്ഛേദിക്കാനോ അല്ലെങ്കിൽ ചില പ്രത്യേക കണക്ഷനുകൾ പുതുതായിട്ട് ഉണ്ടാക്കാനോ സാധിക്കും. ഇങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്ന കണക്ഷനുകൾ ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം, അതല്ലെങ്കിൽ കുറച്ചു കാലം നിലനിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരാം. അപ്പോൾ ഇതുപോലെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ രോഗത്തിനനുസരിച്ച് ചിലപ്പോൾ ദീർഘകാലമോ അല്ലെങ്കിൽ കുറച്ചധികം കാലമോ ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, മരുന്നുകൾ ദീർഘകാലം കഴിക്കേണ്ടി വരുന്നത് പലപ്പോഴും രോഗങ്ങളുടെ കാഠിന്യം കൊണ്ടാണ്, അല്ലാതെ മരുന്നുകൾക്കുള്ള അഡിക്ഷൻ കൊണ്ടല്ല. ഇനി ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാതെയുമില്ല. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എപ്പോഴും നിങ്ങളെ ചികിത്സിക്കുന്നത് റിസ്ക് ബെനഫിറ്റ് റേഷ്യോ നോക്കിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ രോഗം കാരണമുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ കുറവായിരിക്കും ഈ കഴിക്കുന്ന മരുന്ന് കാരണമുള്ള സൈഡ് എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒട്ടുമിക്ക സൈഡ് എഫക്ട്സും വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുള്ളവയാണ്. അവ
നമ്മൾ ഒന്ന് നല്ലപോലെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് കുറവുള്ള ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ഡോക്ടറുമായി കൂടിയാലോചിച്ച് കഴിഞ്ഞാൽ ഒരുവിധം സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യാം. ഇനി സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സൈക്കോളജിക്കൽ തെറാപ്പിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ ഡിസ്ഫങ്ഷണൽ തിങ്കിങ്, അതായത് നല്ലതല്ലാത്ത ചിന്തകൾ അതുപോലെ നല്ലതല്ലാത്ത പ്രവൃത്തികൾ കണ്ടെത്തുകയും അവ പരിഹരിക്കുന്നതിനായിട്ട് നമ്മളെ ഒരു പ്രത്യേക തരത്തിൽ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക തരത്തിൽ പെരുമാറാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ പിന്നീട് നമ്മളുടെ എല്ലാ ചിന്തകളുടെയും നമ്മളെല്ലാ പെരുമാറ്റത്തെയും നമ്മൾ ആ സ്പെഷ്യൽ ട്രാക്കിൽ നമ്മൾ ചിന്തിക്കാൻ ഈ സൈക്കോളജിക്കൽ തെറാപ്പി കാരണം നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊരു സ്ലോ പ്രോസസ്സാണ്, കുറച്ച് ക്ഷമ വേണ്ട പ്രോസസ്സാണ്. റിസൾട്ട് കുറച്ച് ലേറ്റ് ആയാലും സസ്റ്റൈനബിൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന ഓരോ മാറ്റങ്ങളും മറ്റേതൊരു രോഗത്തിനേക്കാൾ ഏറെ സൈക്കാട്രിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാനസിക രോഗങ്ങൾ വരാതിരിക്കാനും വന്ന പ്രശ്നങ്ങൾ തന്നെ പെട്ടെന്ന് മാറാനും ഒരുപാട് സഹായിക്കുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യാനുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കാരണമായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവാനും സമൂഹത്തിലെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അയാൾക്ക് ജീവിക്കാനും സാധിക്കുന്നതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യവും. ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു ജനറ്റിക് ബേസിസ്, അതായത് ഒരു ജനിതക ഘടന ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഈ ജനറ്റിക് ബേസിസ് ഒരിക്കലും ഒരു സിംഗിൾ ജീൻ കാരണം ആയിട്ടല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കൂട്ടം ജീനുകളുടെ പരസ്പരമായിട്ടുള്ള കോമ്പിനേഷൻ ഫലമായിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ജീനുകൾ തമ്മിൽ കോമ്പിനേഷൻ നടക്കുകയും അത് കാരണമായിട്ടാണ് നമ്മുടെ ഓരോ ക്യാരക്ടറും ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരേ സ്വഭാവമുള്ള വേറൊരാളില്ല, അതുപോലെ തന്നെ നമ്മുടെ അതേ കോമ്പിനേഷനുള്ള വേറൊരാൾ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് കരുതി മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേർക്ക് ഒരേ ജീൻസ് ആണെന്ന് വയ്ക്കുക, അതായത് ഐഡൻറ്റിക്കൽ ട്വിൻസ്, അവരെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതി മറ്റേയാൾക്ക് 100% ഉണ്ടാവണമെന്നുമില്ല. കാരണം ഈ ജീനുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ഈ ജീനുകളുടെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ്, അതായത് ഈ ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ കൂടെ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങോട്ടുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് എല്ലാം ഉൾപ്പെടുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമല്ല. അവരുമായി അടുത്തിടപഴകിയത് കൊണ്ടോ അവരുമായിട്ട് സംസാരിച്ചത് കൊണ്ടോ അവരെ കെയർ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഈ രോഗം മറ്റൊരാളിലേക്ക് പകരുന്നതിന് കാരണമാവുന്നില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 10% ആളുകൾക്ക്, അതായത് 100 പേരിൽ 10 പേർക്ക് ഏതെങ്കിലും വിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ഇതിൽ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ വളരെ കുറവുമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഷിസോഫ്രീനിയ എന്ന അർത്ഥമില്ല. ഷിസോഫ്രീനിയ എന്ന് പറയുന്നത് 1% താഴെ ആളുകളിൽ മാത്രം കാണപ്പെടുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കോമൺ ആയിട്ടുള്ള മറ്റു പല രോഗങ്ങളുമുണ്ട്. മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ADHD പോലെയുള്ള പല രോഗങ്ങളും അതിനേക്കാൾ എത്രയോ കോമൺ ആണ്.
ആക്രമണവാസനയുള്ള രോഗികൾ വളരെ കുറവാണ്. പക്ഷേ മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ രോഗികളെ ആക്രമിക്കുന്നത് വളരെ കൂടുതലുമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു മാനസിക രോഗിയെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്കെതിരെ 2 കുറ്റമാണ് വരുന്നത്. ഒന്ന്, ആക്രമണത്തിനുള്ള കുറ്റം. അതേകൂടെ ഡിസേബിൾ ആയിട്ടുള്ള ഒരാളെ ആക്രമിക്കുന്നു എന്നുള്ള രണ്ടാമതൊരു കുറ്റം. അപ്പോൾ ഡബിൾ പണിഷ്മെൻ്റാണ് നമുക്ക് കിട്ടാൻ പോണത്. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കുമുള്ള ചികിത്സയും വ്യത്യസ്തമാണ്. നമുക്കറിയാം, മാനസികാരോഗ്യമില്ലാതെ ആരോഗ്യം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല.